നമസ്കാരം. സെക്രട്ടേറിയറ്റ് പഠിക്കൽ PSC റാങ്ക് ഹോൾഡർമാർ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഒടുവിൽ അവസാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനുമായി LPSD സമരസമിതി അംഗങ്ങൾ നടത്തിയ നിർണായക ചർച്ച വിജയകരമായതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 37 ദിവസമായി തുടർന്നുവന്ന സമരങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. മന്ത്രി N ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിൽ നിരാഹാര സമരം നയിച്ച സമരനേതാവ് S വളർമതിക്ക് മന്ത്രി നേരിട്ട് വെള്ളം നൽകിയാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടും ഉറപ്പുകളും ലഭിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. എന്നാൽ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതുവരെ സമരപ്പന്തൽ നിന്നും പൂർണ്ണമായി പിന്മാറില്ലെന്നും പ്രതീകാത്മക പ്രതിഷേധങ്ങൾ തുടരുമെന്നും റാങ്ക് ഹോൾഡർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക, റാങ്ക് ലിസ്റ്റിൽ നിന്നും പരമാവധി ഒഴിവുകളിലേക്ക് നിയമനം നടത്തുക, വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറച്ച് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ പ്രസക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു LPSDയും UPSDയും ഉൾപ്പെടെയുള്ള റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ആഴ്ചകൾ നീണ്ട സമരത്തിന്റെ ഭാഗമായി വിചിത്രവും വ്യത്യസ്തവുമായ പ്രതിഷേധ മാർഗങ്ങൾ അടക്കം ഉദ്യോഗാർത്ഥികൾ പുറത്തെടുത്തു. ആവശ്യങ്ങൾ പഠിക്കാൻ 2 മാസത്തെ സാവകാശം വേണമെന്ന് സർക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും അത് തള്ളി സമരം കടുപ്പിക്കുകയാണ് അവർ ചെയ്തത്. സമരത്തിന്റെ 35-ാം ദിവസം LPSD ഉദ്യോഗാർത്ഥികൾ തെരുവിൽ പ്രതീകാത്മകമായി പുല്ല് തിന്ന് പ്രതിഷേധിച്ചത് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. മറുവശത്ത് 11 ദിവസത്തിലധികം പിന്നിട്ട UPSC റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിൽ മുഖത്ത് കോമാളിയുടെ രൂപം വരച്ചാണ് ഉദ്യോഗാർത്ഥികൾ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നിരാഹാര സമരത്തിലായിരുന്ന S വളർമതിയുടെ ആരോഗ്യം വഷളായതോടെ സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ഉയർന്നിരുന്നു. ഒടുവിൽ മന്ത്രിതലത്തിൽ ചർച്ചകൾ വിളിച്ചു ചേർക്കുകയും ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകുകയുമായിരുന്നു. 37 ദിവസം നീണ്ടുന്ന കടുത്ത പ്രക്ഷോഭങ്ങൾക്കും വേറിട്ട പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് LPSD ഉദ്യോഗാർത്ഥികളുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. പുല്ല് തിന്നും മുഖത്ത് കോമാളി രൂപം വരച്ചും ഉദ്യോഗാർത്ഥികൾ തെരുവിൽ നടത്തിയ പ്രതിഷേധങ്ങൾ വലിയ ജനശ്രദ്ധ നേടുകയും നിരാഹാര സമരം നയിച്ച നേതാവിന്റെ ആരോഗ്യം വഷളായത് സർക്കാരിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ നിർണായക ചർച്ചയിൽ അനുകൂല ഉറപ്പുകൾ ലഭിച്ചതോടെ സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തയ്യാറായെങ്കിലും സർക്കാർ വാഗ്ദാനങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഉറപ്പുകൾ മാത്രം ലഭിച്ചാൽ പോരാ, അവർക്ക് പ്രവർത്തന മണ്ഡലത്തിൽ അത് ലഭ്യമാകേണ്ടതുണ്ട്. കൂടുതൽ നിയമനങ്ങൾ നടക്കേണ്ടതുണ്ട്. PSCയുടെ ക്രമക്കേടുകളടക്കം ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് പുല്ല് തിന്നും മണ്ണ് തിന്നുമൊക്കെ ഉദ്യോഗാർത്ഥികൾ സമരരീതി എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരമടക്കമുള്ള സമരരീതികൾ എടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിലിരുന്നത്. എന്തായാലും തസ്തിക സൃഷ്ടിക്കൽ, റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടൽ, പരമാവധി നിയമനങ്ങൾ ഉറപ്പാക്കൽ തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളിൽ അനുകൂല നിലപാട് ഉണ്ടായെങ്കിലും വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാകും വരെ പ്രതീകാത്മക പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് റാങ്ക് ഹോൾഡർമാരുടെ തീരുമാനം.